ഞങ്ങൾ രാവിലെ കാട് പറിക്കാൻ ഇറങ്ങിയതാണ്. മുറ്റത്തെ കാട് വളർന്നു, കരിമഞ്ഞളിനടുത്തുള്ള. അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് പറിച്ചെടുത്ത അതെ അതെ, പുല്ല് വളർത്തുന്ന പോലെ തന്നെ ഇത്തിരി വളർന്നു കഴിയുമ്പോൾ ഇതുപോലെ പറിച്ച് കണ്ടോ. മഴക്കാലമാകുമ്പോൾ വെട്ടിക്കളയാതെ നമ്മൾ കഴുകും. കഴുകിയപ്പോൾ മണ്ണൊന്നുമില്ല. പശുവിന് കൊടുക്കും. ഇതെന്തെല്ലാം പച്ചമരുന്നുണ്ടെന്നറിയോ? ഞാൻ വരുന്നേ ചേച്ചി. നീ അവനെ പോയിന്നെടുത്തേ, അവനെ തുളിച്ച ദിവസം കാണിച്ചു. മേഘനെ പ്രസവിച്ചു ഒരാങ്കുഞ്ഞ്. കിച്ചുവേട്ടൻ എണീറ്റില്ലേ? കിച്ചുവേട്ടാ, കിച്ചുവേട്ടാ. ഞാനും വരുമോ കാട് പറിക്കാൻ? കാട് പറിക്കാൻ പോവാ ചച്ചനോട്. ഇവിടെ പുറയിലത്തെ കാട്. എന്താ ലൂക്കായേ? ചാടല്ല ചാടല്ല. എന്താ പറ്റി ലൂക്ക? അവനാ മുള്ളാത്ത വേണോ സാധനം? ഇത് ഞാൻ കയറിട്ട് ഇവിടുന്ന് കയറിട്ട് താഴെ കിടക്കാറ്. പഴുക്കുമ്പോ മോന് തന്നെ തരാം. പഴുക്കട്ടോ? കരയോ അച്ചാച്ചി അതൊക്കെ കൊടുക്കാൻ? അച്ചിരി ഇതാത്തോട്ട് വേറെ കണ്ടുപിടിച്ചത്. അച്ചാച്ചി താ അച്ചാച്ചി. എന്നാ ഞാൻ മരംവഴി കേറുന്നു. അച്ചാച്ചി അത് കെട്ടി വെച്ചേക്കോ, കയറ് വെച്ച് അവരെത്താതെ. ആ എന്താ പറ്റി പാത്രം? ലൂക്ക, എൻ്റെ മോന് കിട്ടിയില്ലേ അത്? നമുക്ക് വേറെ മേടിച്ചു തരാം. ലൂക്കായെ കടിക്കാൻ പോകുന്നേരം നോക്കിയേ ഉമ്മച്ചൻ. പഴുക്കുമ്പോ തരുവാടാ. എന്റെ പാത്തുവേ, പാത്തു തുറന്ന ഇപ്പൊ ചാടും. ഈ ചെറുത് കടിക്കാനാ. പിടിച്ചോ ലൂക്കായി, പിടിച്ചോ. പിടിച്ചു കടിച്ചു. ലൂക്ക ഉണ്ടല്ലോ ഡയറി മിൽക്ക് തിന്നുന്ന പോലെ തിന്നു നിന്നെ. പാത്തു പാത്തു ഔ അച്ഛ പാത്തു. എവന്റെ സോക്കേട് നോക്കിയോ ചേച്ചി? ലൂക്കായി പിടിക്കാൻ എവന്റെ സോക്കേട്. മരുന്നിന് രണ്ടെണ്ണം തരാമോ എന്നോട് ചോദിച്ചു. എടാ എന്ന് ലൂക്ക പുറത്തിറക്കണം, നീ കപ്പലണ്ടി പോലെ തീരും. ലൂക്ക അതിന്റെ ഇടയിൽ കൂടെ വലിച്ചെടുക്കും നിന്നെ. നെല്ലി ഉണങ്ങി മറിഞ്ഞു വീണു. പാവം നെല്ലി. तू कल उधर उससे उधर बांधा है, वो जो दो फल लो देख लिया उसी टाइम से उससे चिल्ला रहा है उस जमीन में। वो देख उसको चाहिए उसको उम्मचन को देखो, उसमें एक था अजय बर्फी मचा तुम मर जाएगा वो. അയ്യോ ദേക്കേ ദേക്കേ ഉമ്മച്ചൻ अंदर. ആ ആ ഇപ്പൊ കിട്ടുമെന്ന് ഓർത്താണേ. അജയ് കൊടുക്കുമെന്ന് ഓർത്താ.
ये रंबूटान पूरा खाया हो। रंबूटान का टाइम में इतना रंबूटान खाया वैसे पूरा रंबूटान खाता है। अभी छोड़ दो अभी ये सोच के चिल्लाता है। इनको देखो पागल हो रहा है। उसको काटने के लिए मटन सबको काटता है। हाँ എടാ ലൂക്ക എടുത്തിട്ട് കടിക്കോടാ പിന്നെ ഓ നിനക്ക് വേറെ ഒത്തിരി ഉണ്ട് ലൂക്ക എന്നാ ബോള് കിട്ടി അയ്യോ ഇറങ്ങുന്ന സമയം ഇന്ന് കയറും വരുന്നമ്മേ ഇപ്പൊ കിട്ടും എടാ താരത്തിൽ പോയി കളിക്കടാ അവന് ദേഷ്യം വന്നിട്ട് വയ്യ അവന് താരമില്ല കൊള്ളത്തില്ല മോനെ കയ്പ എന്റെ ശുണ്ടരി എന്തായി കാണുന്നേ അവര് ശുണ്ടരിമാരാണോ ഇത് പിണങ്ങി കിടക്കുന്നേ ജാൻമണി ജാനു പിണങ്ങിയ പതു ചാച്ചനെന്ത് അവളവിടെ വന്നോ അത് പാവല്ലേ ഉണ്ണിമായേ പിണക്കം നോക്കി ജാനുവിന്റെ ജാനു ബാ മച്ചാൻ പട്ടിക്കുഞ്ഞിനോട് കാണിക്കാൻ നോക്കിയേ എവനെ കൊണ്ടൊരു രക്ഷയില്ലല്ലോ പിണങ്ങിയിരിക്കുക പിണക്കമാണോ അമ്മയോട് അമ്മയുടെ ജാനു പിണക്കമാ നമ്മ പോവാട്ടോ ജാനു അമ്മ ടാറ്റ പോവാ ഒക്കെ നമുക്ക് ടാറ്റ പോവേ അമ്മടി പാത്തേന്നാ അപ്പക്ക് ചോറ് വാരിത്തരാനാ പിന്നെ മീൻ പിടിക്കാൻ കൊണ്ടുപോകാൻ ആ അതുകൊണ്ടാണ് അങ്കമ്പാടി പോവാത്തേ ഷെഡ് അടിച്ചൊക്കെ തരാം അടിച്ചൊക്കെ തരാം എന്തോ അടിച്ചു തരാന്ന് ഷെഡ് ഓ ഷെഡ് പണിക്കാരോ അതല്ല ടെന്റ് ഓ ടെന്റ് അടിച്ചു തരുമോ അപ്പക്ക് പിന്നെ പിന്നെ മീൻ പിടിച്ചു തരും പിന്നെ എന്റെ ട്യൂബ് എടുത്ത് തന്നാൽ മതി ആ ട്യൂബത്ത് ഞാൻ നീന്തി അക്കരയോടെ എത്തിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ ഞാൻ മീൻ പിടിച്ചോണ്ട് 5 മിനിറ്റ് കൊണ്ട് എന്നിട്ട് വറുത്ത് തിന്നും നമ്മള് പിന്നെ കപ്പ വറുത്ത് തിന്നു റെഡിയാവും റെഡിയാവും കപ്പയും കൂടെ ആയ പിന്നെ അല്ലേ അതുകൊണ്ട് അംഗൻവാടി പോവാത്തെ അപ്പക്ക് ചോറ് വാരി തരാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ലീവ് എടുത്തിരുന്നു പണിക്കാർക്ക് പണിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പ ആദ്യം കൊണ്ട് നീന്തിക്കും അപ്പ കുളിപ്പിക്കും പണിക്കാർക്ക് പണി പറഞ്ഞു കൊടുക്കണം അപ്പയ്ക്ക് ചോറ് വാരി തരണം അപ്പയെ കുളിപ്പിക്കണം അപ്പ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്തെല്ലാം ജോലിയല്ലേ കളെ ജോലി നടക്കുന്നു പിന്നെ എങ്ങനെ അംഗൻവാടി പോലെ ഉള്ളി കുളിക്കുവോ ഇനി വാ ആണോ അതുകൊണ്ടാണോ അംഗൻവാടി പോവാത്തത് ആ വീഡിയോ എടുത്തു തന്നു അതാ ഞാൻ പറഞ്ഞ അതുപോലെ ഞാനും വീഡിയോ എടുത്തു തരുമോ അങ്ങനെ അതുകൊണ്ട് നമ്മൾ പഠിത്തം നിർത്തി ഇനി പഠിക്കാൻ പോകുന്നില്ല ആവശ്യത്തിനുള്ള പഠിത്തമായി ആയി ഇപ്പൊ എത്ര വരെ എഴുതും ആ 10 വരെ എഴുതും ആയി എൻ്റെ മോനെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി അപ്പയെ സഹായിക്കുക എന്നുള്ള മാത്രമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജോലി
ആ ഇതോട്ട് പോയില്ല. ഇത്രയും നേരം പാത്രം കഴുകി വെച്ചോ? ആ അച്ചാച്ചിയുടെ മൊബൈൽ അവിടെ വെച്ചേരെ. ആ കളി വേണ്ട. ആ കളി വേണ്ട. ആ കളിയാണ്. അച്ചാച്ചിയെ പിണങ്ങി പോയിരിക്കുക. അപ്പയുടെ പൊന്നിങ്ങി വാ, വെയില. അപ്പയുടെ സ്വത്തിങ്ങി വാ. പിണങ്ങിയതാ. ആ എന്നാ അങ്ങോട്ട് ചെലത്തി പിടിക്കുന്നില്ലേ? നീ ഗേറ്റ് ഇറങ്ങി പോ. ഗേറ്റ് നീ തുറന്നാ പിന്നെ നീ വീടിന് പുറത്താ. അടിയുടെ പൂരം വരുന്നുണ്ട് അച്ചാച്ചിയുടെ ഇന്ന്. തുറക്കാൻ പറ്റാത്തതിന് കേറുന്നു നോക്കിയേ. ഈശ്വര, ഇതിന് ഞാൻ ഇനി എന്തോ ചെയ്യും? ഗേറ്റ് തുറക്കാൻ പറ്റാത്തതിന് കയറിയിരിക്കുക. മാക്രി കുഞ്ഞ്. മനുഷ്യന് വയസ്സാങ്കാലത്ത് കഷ്ടപ്പാട്. അപ്പ സഹായിക്കാൻ, അപ്പക്ക് ചോറ് വാരി തരാനാണ് അവൻ അങ്കമ്പാടി പോവാത്ത. എടാ അങ്കമ്പാടി പോന്നോ? പൊക്കോ, എനിക്ക് ഇതിൻ്റെ സഹായം വേണ്ട. വേണ്ട, നീ എന്നോട് പിണങ്ങിയല്ലേ? ആ അതെ, കുഞ്ഞു വെള്ളം ഒഴിച്ചു മഴയും പെയ്തു. എന്നോട് പറഞ്ഞു എന്നെ അവൻ ആറ്റി കൊണ്ടുപോയി ആ ടയർ എടുത്തു കൊടുത്താൽ മതിയെന്ന്. അവൻ്റെ ആറ്റി കൊണ്ടുപോയി അവൻ മീൻ പിടിച്ച് അപ്പയ്ക്ക് വറുത്ത് തരും. കപ്പയും കൂടെ ഉണ്ടാക്കിയാൽ പിന്നെ സെറ്റാന്ന്. എടാ ഇറങ്ങി നടക്കടാ, അച്ചാച്ചി അണയ്ക്കുന്നടാ. പാവമല്ലേടാ അച്ചാച്ചി. എനിക്ക് ശ്വാസം മുട്ടും. അയ്യോ, പിന്നെ വേറെ അച്ചാച്ചി ഇല്ല. പിന്നെ ഇറങ്ങി നടന്നോ. പിന്നെ ആരും കൊണ്ട് കിടക്കും ഇങ്ങനെ. ഗേറ്റേ കയറി ഇരിക്കുമായിരുന്നു. പോലീസുകാരാ? ആ പോലീസാ. അച്ചാച്ചിക്ക് ശ്വാസം മുട്ടി നടന്ന് പറ്റിയൊരു സ്വത്താ. ഇപ്പൊ എന്തോ പ്രശ്നം? നാട്ടുകാർ ഉറക്കം ചേർക്കാൻ ഞാൻ നിനക്ക് പാല് തരാഞ്ഞിട്ടാന്ന്. നിന്നോട് ചോദിച്ചല്ലേ വേണോന്ന്. അവനൊരു വക വേണ്ട. എനിക്ക് ചപ്പാത്തിക്കകത്ത് പാലൊഴിച്ച് കഴിക്കുന്ന ഇഷ്ടം. ഞാൻ കഴിച്ച കണ്ട അപ്പം അവനത് വേണം. അവനത് തന്നെ വേണം. ബാ തരാം. മരുന്നടിച്ചല്ലേ അവനെ? നോക്കട്ടെ, മുഖം നോക്കട്ടെ, കള്ളത്തരം ഉണ്ടോന്ന് മുഖത്ത്. ഇച്ചിരി കള്ളത്തരം ഇല്ലേ? നീ എന്തോ വെറുതെ പറഞ്ഞേ? എന്തോന്ന് മേടിച്ചോണ്ട് തരും? പാലും കൊമ്പളയും പശു ഉണ്ടോ നിന്റെ പാത്രത്തിൽ? പിന്നെ വേണ്ട, ഞാൻ കഴിച്ചു. മോൻ കഴിച്ചോ? അപ്പക്ക് മേളി പറമ്പി പോണം. അപ്പ വീഴാതെ കൊണ്ടുപോകുന്ന ആരാ? നിന്റെ കുന്തത്തെ ഞാൻ ഇടുമ്പോഴേക്ക് പോയോ? എന്താ എന്റെ കയറുന്നേ? എന്താ നമ്മൾ ഇന്നലെ നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കാൻ പോകുന്നത്? എന്നെ എങ്ങാണ്ട് ഒരു ദിവസത്തേക്ക് വിടുന്ന കാര്യം കണ്ടു പറഞ്ഞേ.
അച്ചാച്ചിയല്ല അമ്മ. കടപ്പുറത്ത് ഇവിടെ ഇരിക്കാനായിരുന്നോ? മാമ പറഞ്ഞിട്ട് ഇത് ആദ്യം പോയി കുളിക്കില്ലെന്ന്. ആദ്യം പോയി കുളിക്കല്ലെന്ന് പറഞ്ഞത് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് കുളിച്ചാൽ മതിയെന്നാ. ഇല്ല നീ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞ് മേല് മുഴുവൻ കറിയാക്കും. അതുകൊണ്ടാണ് മാമ അങ്ങനെ പറഞ്ഞത്. ഞാൻ കുടിക്കുന്നല്ലോ. അപ്പം ഞാനെല്ലാം കഴിച്ചു. ആ മിടുക്കൻ. റെഡിയാ. റെഡിയാണോ? ആ അപ്പം ഇനി ഒന്ന് കുളിച്ച് സുന്ദരനാണ്ടേ, ഉം, എന്നിട്ട് അങ്കൻവാടി പോകണ്ടേ? ഉം. എന്നാൽ കുളിച്ചിട്ട് അങ്കൻവാടി പോ. അങ്ങനോടി പോയിട്ട് വരുമ്പോ അപ്പഴത്തേക്ക് ടിഷ്യൂ വേണോ? ഇങ്ങനെ ഓടിക്കുന്ന ടിഷ്യൂ വേണോ? 2 ടിഷ്യൂ. ആ 2 സ്കേറ്റിംഗ് ഷൂ മേടിച്ചോണ്ട് വരുമോ? ഒന്ന് പിന്നെ വേണം, ഒന്ന് എനിക്ക്, ആ ഒന്ന് അച്ചയ്ക്ക, ആ ഒന്ന് കിച്ചുന്. കിച്ചോ? കിച്ചു മാമ കിച്ചുമാമൻ. അല്ല, കിച്ചുമാമന്. കിച്ചു പെൺപിള്ളേരെ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ? കിച്ചു ഏട്ടാ എങ്ങനെയാ ബാക്കി? കിച്ചു ഏട്ടാ കുഞ്ഞ് കരയുന്നു. കുഞ്ഞു കരയുന്നു, ഓടി വാ. മോനെ, കുഞ്ഞാവയുടെ പ്രശ്നം ഇന്നോട് കൂടി തീരും. കേട്ടോ, കുഞ്ഞാവയുടെ അച്ഛൻ പറഞ്ഞു, കംപ്ലീറ്റ് പറഞ്ഞു. ദാമോൻ ആ ദാമോൻ എന്നെ വഴക്ക് കൊണ്ടുപോവാ കുഞ്ഞമാമൻ. ജോമോനെ ഒന്നും ഇടിച്ചേറില്ല. എന്തോന്ന് വിളി കേൾക്കാം. ചാച്ച എനിക്കറിയാം. ചാച്ചനെ അറിയാം എനിക്ക്. മുന്നോട്ട് വരാൻ പറ. ഇത് വെച്ച് കൊടുത്തിട്ട് ചാവുന്നില്ല. ചാവുന്നില്ല നെടി വെച്ച് കൊടുത്തിട്ട്. എന്നെ എനിക്ക് തെറപ്പിക്കും. അടുത്താഴ്ച വേണം കേട്ടോ ജോമോനെ പഠിപ്പിക്കാൻ. നമുക്കാണ് പോട്ടെ. അപ്പൊ തന്നെ കൂട്ടിട്ട് ആ പുഴ പോട്ടെ. ചൂണ്ട കിട്ടിട്ട് മീനാണ് പിടിക്കുന്നത്. ആണോ? എന്താ ഞാൻ വളരെ ഇഷ്ടമല്ല നിനക്ക്? എനിക്ക് ട്യൂബുണ്ട്. എനിക്ക് ട്യൂബുണ്ട്. ചൂണ്ടയുണ്ടോ? ട്യൂബ്. ആ നിർമ്മലാമ എന്തെന്ന് ചോദിച്ചു? നിർമ്മലാമ്മ എന്തിയെ? എന്നാ ഇവിടെ കാണാൻ ഞാൻ കണ്ടില്ല. ഞാന് ഇപ്പൊ നമ്പർ കത്തി. ഹലോ അച്ചാച്ചിയുടെ ആ എന്തോ? ആണോ വേറെ വർത്താനം പറയണ? ഞാൻ തന്നെയാണ്. നീ തന്നെ അല്ലല്ലോ. എന്റെ പുറത്ത് വേറെ ഒരാളെ ഉണ്ടല്ലോ. ഞാനാ ഉദ്ദേശിക്കത്തില്ല. പേരറിയത്ത് പോലും ഇല്ല. അതെ, നിനക്കെന്നാ 2 സൗണ്ട് കേൾക്കുവോ? ആ സൗണ്ട് കേൾക്കാണ്. ആരാടാ ഫോണില്? ദാമോദരനെന്ന് പറയല്ലോ, കുഞ്ഞമ്മാവൻ്റെ അച്ഛൻ, ചാച്ചൻ. ചാച്ചൻ. ആ നീ അവിടെ പറയുന്നത് ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ടോ? നിന്റെ വിചാരം ഇടുവേ? ആ നിന്റെ ഞാൻ മാമന്റെ കൊടുക്കാം. മാമൻ ഭയങ്കര വഴക്കാണ്. മാമൻ എന്നെ പേടിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. മാമൻ്റെ കളി തീർന്നു. ഞാനൊന്നും നെക്കിട്ടില്ല. എന്തോ പൊന്നു, ഞാനൊന്നും നെക്കിട്ടില്ലല്ലോ. ഇത് അച്ചാച്ചി, ഇത് അച്ചാച്ചിയുടെ ഓടിയ. കുഞ്ഞാവയുടെ അച്ഛനും കിടുവും കൂടെ പുതപ്പിൻ്റെ അടിയിൽ ഏതാണ്ടൊക്കെ കൊണ്ടുവരണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഏതാണ്ടൊക്കെ കിച്ചു ഇങ്ങനെ കിച്ചു ഫോൺ വിളിക്കുന്ന കണ്ടിട്ട് വിളിക്കുക. സംസാരിക്കടാ. ഹലോ, എനിക്ക് വയ്യടേ. എനിക്ക് വയ്യടേന്ന്.
എടാ തമ്പേ ഓഫാക്കേ. നിന്റെ പ്രായമുള്ള ആളല്ലേ അപ്പുറത്ത്. തമ്പേ തമ്പേ തമ്പയല്ല തമ്പി, ചാച്ചൻ ചാച്ചൻ. തമ്പി उधर से गिर जाए, നീ അവിടുന്ന് വീഴും നീ കുഞ്ഞാ. ഈ ചെറുക്കൻ പറഞ്ഞാ കേൾക്കുന്നില്ല. ചെരുപ്പ് എടുത്തോണ്ട് വാ. അച്ചാച്ചി കിടക്കുന്നിടത്ത് ചെരുപ്പുണ്ട്, എടുത്തോണ്ട് വാ. ആ ഞങ്ങൾ നക്ഷത്രപ്പൊളി പറിക്കാൻ പോവുകയാണ്. നമ്മളൊന്ന് മാച്ചിങ് കളറാണല്ലോ. നക്ഷത്രപ്പൊളി പറിക്കാൻ പോവുകയാണ്. കുറച്ച് കയറണം. എന്തോ ആലോചിക്കുന്ന പാത്ത് പരിപാടി. എന്നാ കുഞ്ഞാ ഇത് പിടി. ചെരുപ്പിട്ട സുന്ദരം വന്നല്ലോ. അല്ല ഉമ്മ ഉമ്മണ്ണേ പത്തു. എന്നാ കുഞ്ഞാ ഇത് പിടിച്ചേ. വേണ്ട, മോൻ പിടിച്ച വീഡിയോ കിട്ടാൻ ബുദ്ധിമുട്ടാ. വെയിറ്റ്. ആ ഓ ലേർമാഷ്. ठीक है ठीक है ठीक है. ആ അപ്പനെ പിടിച്ചതാ വീഴാതെ. ചിലപ്പോ ഒന്ന് കൈ വിട്ട് തൊള്ളോട്ട് പോയാലേ എണ്ണി അടിച്ച് വരത്തില്ലേ. ഇങ്ങോട്ട് ആവുന്നു. പെയിന്റ് അടിച്ച സാധനം അറിയോ? വയറിങ് ചെയ്യണം, ഫാൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ എല്ലാം സ്വിച്ചൊക്കെ ഉണ്ടായിരുന്നതാണ്. എല്ലാം മാറ്റണം. സ്കൂളൊക്കെ മാറ്റി പുതിയ പിടിപ്പിക്കണം. ഇത് പിടിവോ. എങ്ങനെയെങ്കിലും ഒന്ന് മേളി വരെ എത്തിപ്പെടട്ടെ. അപ്പ ഇങ്ങോട്ട് വാ, ഞാൻ പിടിക്കാം. അപ്പ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തെന്നി വരുന്നേ. ആണോ? എന്തിനാണ് 3 പേരും കൂടി? എന്നാ എന്താ വിടൂ? അപ്പയും കുഞ്ഞമാമനും കൂടെ വീഴുവോ? തെന്നി അടിച്ച് വീഴുന്ന മഴയൊക്കെ പെയ്യാൻ. ഇതാ ചുണ്ടയ്ക്ക, അപ്പുറത്തേക്കുന്ന ചുണ്ടയ്ക്ക എല്ലാം കായായി. ഒരാൾ വരുന്ന നോക്കി. ഉമ്മൻ മറ്റേ പുളി ഇവന്റെ കൈത്തിൽ ബെൽറ്റ് ടൈറ്റ് ആണ്. അവനങ്ങ് ക്ഷീണിച്ചു പോയത്. കയറുന്നില്ല, ആരും കയറുന്നില്ല. എന്നാ ഞങ്ങൾ തുറക്കുന്നില്ല. എല്ലാം കയറാൻ റെഡി ആയിട്ടിരിക്കുക. അയച്ചോടി, ഒരു പണി കിട്ടിയിട്ടുണ്ട്. എന്താ? ഒരു പോത്തന്തേ മറ്റേ കുഴി വീണു. കയറല് കയറ്റല് കുറച്ച് പാടാ. എന്താ ചെയ്യുന്നത്? കയറ് കെട്ടി പൊക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലക ചെരിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ പലക ചവിട്ടി കയറും. തൽക്കാലം സാധകം ചെയ്യുന്നത്. അജയ് അജയ് ഇതോ പോത്ത്. ആ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു. അജയ് കണ്ടപ്പോ എണീറ്റ്.
ഞാൻ ഫയർഫോഴ്സിനെ വിളിക്കണം. അല്ലടി അതെ ഞാൻ വിചാരിച്ചറിയോ വേസ്റ്റ് അടിയിലേക്ക് താഴ്ന്നു കാണുമെന്നാ. ഞാനും ഓർത്ത് കഴുത്തറ്റം മുങ്ങി നിൽക്കുകയെന്ന് കിടന്നതാ. അപ്പൊ എനിക്ക് മനസ്സിലായി അത് കിടന്ന് ഇവിടെ ആരും കയറി വരണ്ട, പാത്തു അവിടെ നിന്നു. ചിന്നു വരണ്ട. ഇഷ്ടം പോലെ അല്ലേ? പഴുത്തത് പറിക്കട്ടടാ. നക്ഷത്രപ്പുളി നമുക്ക് പഴുത്ത നോക്കി പറിക്കണം. മേളിലുണ്ട്. എനിക്ക് താമ തരാം അവിടെ. എനിക്ക് താമ മാമൻ കടിച്ചു നോക്കട്ടെ. മധുരം. എനിക്ക് താമ ഇപ്പൊ കണ്ടോ മധുരത്തിന്റെ. പറ്റിച്ചു. മധുരമുണ്ട്. ആ അവനിഷ്ടല്ലാതെ നമുക്കിഷ്ടം. എടാ മധുരമാണോ ഇത്? എന്ത് പുളിയൊന്നുമില്ല, നല്ല മധുരം. ഇഷ്ടം പോലെ ഉണ്ടാവില്ലടി അല്ലേ? ഇത് ഇത്ര പെട്ടെന്ന് കായ്ക്കുന്നു വിചാരിച്ചില്ല. ഈ തവണ വെച്ചല്ലേ? ഇതൊക്കെ പച്ചയാ. ഇത് പച്ച, ഇത് പച്ച, അത് പച്ച. കുറച്ച് പറിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാം. ഇച്ചിരി കൂടി പഴുക്കാണ്ടല്ലേ? ഇച്ചിരി കൂടെ പഴുക്കാനുണ്ട്. നല്ല മധുരം. വേണ്ടപ്പേ ഒന്നും എടുത്തത് വേണ്ടപ്പേ. പറിക്കാത്തത് അത് പറ്റാവുന്നോ? അല്ല. മൊത്തം തിന്നോണം, കളഞ്ഞാടിയാ. ഇതെന്താ ഈ നിറം? ആ നിറമായിരിക്കും. ഇത് മധുരമല്ല. നിന്നോട് ആരത് പറിക്കാൻ പറഞ്ഞു? അവിടേക്ക് കഴിക്കും. ചുമ്മാ പറിച്ചു കളയുന്നടി. അവനെൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എടേ ഇവിടെ ഒരു ചക്കയായി വാ. ഇതുകൊണ്ടേ എന്താ ഇത് ഈ വർഷം വെച്ചല്ലേ ഉള്ളൂ? 2 വർഷമായില്ല, 1 വർഷമല്ലേ ഉള്ളൂ. 1-ാം വർഷം കഴിച്ചല്ലേ? അത് ഒന്ന് ചെരിഞ്ഞു പോയൊരു കമ്പ് കെട്ടി കൊടുക്കണം. ഇത് പിടിച്ചേ. അതിനകത്തുണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ അത് പോയോന്ന്. ഇതോ കുഞ്ഞ പഴുത്തു. എന്തുവാടാ ഈ 2 എണ്ണത്തിന്റെ കാര്യം? അയ്യോ ഇതെല്ലാം പഴുത്ത് താഴെ പോവാ. ഇത് ഒരെണ്ണം കിട് പറിച്ചോ. അതെ പറിച്ചോ. സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ തൊലി അടക്കം പോകും. ഒന്ന് ഞാനും കൂടെ പറയാം. ഞാൻ പറയാം. താഴെ കിടക്കുന്നു. ഇതൊന്ന് പറിച്ചോ. ഇതൊന്നും വെക്കണ്ടേനി. അപ്പുറം ഉണ്ട് കുഞ്ഞുമാങ്ങ. കുഞ്ഞുമാങ്ങയല്ല മോനെ, ഓറഞ്ച്. ഓറഞ്ച്. അയ്യോ അയ്യോ അത് പച്ചയാ മോനെ, അങ്ങനത്തെ അല്ല. ഇതുപോലത്തെ പറിക്കണം. അവൻ അറിയത്തില്ല. അതാ തീർന്നു പഴുത്തത്. കോടു കുഞ്ഞിൻ്റെ ഉണ്ടല്ലോ. 2 എണ്ണം വേണം മാമൻ്റെ വീട്ടിൽ നാളത്തെ.
ഒരെണ്ണം വാങ്ങിയെന്നു പിന്നെ ഹായ്. ബാക്കി അവൻ്റെ പോക്കറ്റിൽ പാത്തു പുറത്ത് കായ എന്ത് എന്തിനാ വീട്ടില് പറമ്പിലടാ കൂടെ എന്താ ഞങ്ങൾ പറമ്പ് കാണാൻ വേണ്ടി വന്നു. ആ എൻ്റെ കശുമാവ് ഇത് മാത്രം എനിക്ക് എൻ്റെ ഫേവറേറ്റാണ്. പറങ്ങാണ്ടി അഥവാ കശുമാങ്ങ അഥവാ കശുമാവ്. ആ നല്ല മണമല്ലേ ഓറഞ്ചിൻ്റെ. നല്ല അല്ല പൊളിയാ ജ്യൂസ് അടിച്ചു കുടിക്കാം. കയറണ്ട വീഴും. ബാ വെയിൽ ഭംഗി നമുക്ക് ഇറങ്ങി. എടി ഞാൻ ചോദിച്ചത് പട്ടികൾക്ക് ഇവിടേക്ക് ഇതേ പിച്ചു പിച്ചു എടി ആ ഈ പേരക്ക കാണിച്ചത് ഇത് ഇത്തവണ വെച്ചത് ഇറക്കിയാണോ? ഓ അതും കായായിട്ടോ ഇതിൽ ഇതാ ഇതല്ലേ അന്ന് രണ്ടെണ്ണം നമ്മൾ പറിച്ചത്. അവനത് തിന്നു. കൊള്ളാവോ? മധുരമാണോ? മനസ്സിലായി. ആ എടാ നേരെ വേണം. അത് പോയടി അതിനകത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കാര്യം. ഈ കപ്പേ എടി തൈയെല്ലാം പിടിച്ച് കെട്ടാനായിട്ടോ. ഈ കപ്പ പോയിട്ട് ഇത് പോകാൻ മാറുന്നുണ്ടോ? അത് ഇത് അബിയു ഇതും ഒരു അബിയുവാ. ഇത് ഈ പ്ലാവ് നേരെ കെട്ടണം. കണ്ടിട്ടില്ല? കമാൻ ഫോളോ. ഞങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർ ഷേപ്പാണ്. കട്ട് ചെയ്തിട്ടില്ലേ? ഇത് പഴുത്തിട്ടില്ല. ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഇതാക്കിയിട്ട് തിന്നണം. കഴിച്ചോ കഴിച്ചു നോക്കടാ. ആ ഭാഗമല്ല പട്ടുഭാഗമില്ലേ. ചിലിമ്പിക്കായി വരുന്നുള്ളൂ. ആ കരിവേപ്പില വലുതായി. കണ്ടില്ല സുലുമ്മ കണ്ടിട്ടില്ല. സുലുമ്മ കണ്ടിട്ടില്ല. കണ്ടായിരുന്നേ അത് പോയേനെ. നീ പണ്ടേ സുന്ദരനല്ലേ. ഈ പുളിയായോ? ഇതായി വരുന്നുള്ളൂ. കാ പിടിക്ക് വരുന്നുള്ളൂ. ചെറിയൊരു മധുരം. മറ്റേതുപോലെ ഇല്ല. പഴുത്തില്ല. അല്ല പുളിയില്ല. ആ പുളിയില്ല. പുളി കിട്ടിയത് കേട്ടോ. അതും കെട്ടണം. ഈ പ്ലാവ് ഇവിടെ ഒരു പ്ലാവുണ്ട്. ഒരു ചക്കയായി പ്ലാവ്. കണ്ടു ചക്ക ഉണ്ടത്. അതേ കൊണ്ടാ പറഞ്ഞേ. പഴയ കോളിഫ്ലവർ അത്ര നല്ല ചക്കയോ? ഏത് ചക്കയാ? വേണ്ട വേണ്ട വേണ്ട. അത് പഴുത്ത് നല്ല മധുരമായിരിക്കും. ഇതേടി നല്ല പഴുത്തത്. പക്ഷെ ഇത് ഇതായി പോയി. പഴുത്ത് വീണുപോയി. ഞാൻ കഴിച്ചു. അത് പോത്തിന്നു. ഞങ്ങള് പലകയിട്ട് കൊടുക്കണം, കയറിട്ട് വലിക്കണമെന്ന് അജയ്യെ വിളിച്ചപ്പോണ്ട് പോത്തങ്ങ് എണ്ണീറ്റ്. ഇതെന്തോ സംഭവം? ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ഇത് 5 കിലോ പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്. പിന്നെ അത് നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് 5 കിലോ. 5 കിലോ പിന്നെ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കില്ലേ, അതും കൂടി ഇടും. ഒരു 19 കിലോ നമ്മുടെ മാളുവിൻ്റെയും മഞ്ചാടിയുടെയും ഇതും ഒരു 10-20 ലിറ്റർ മൂത്തറും. ഇതിങ്ങനെ കുറച്ച് കലക്കി ഇങ്ങനെ അങ്ങോട്ട് വെക്കും. ഇത് എന്നിട്ട് കുഞ്ഞു ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുത്താൽ ഒരു പോറ. അതായത് ഒന്ന് വീരുമ്പോഴത്തേക്ക് അടുത്ത ടാങ്ക് കൂടെ റെഡിയാണ്. അപ്പോൾ ഇതിലോട്ട്
കല്യാണം മാത്രമല്ലായിരുന്നു എന്തൊരു ചിഹ്നം നിങ്ങൾക്ക് അന്ന് കല്യാണം കഴിക്കാൻ പറ്റി. വീട്ടിൽ പോയിട്ട് വിശേഷം തുമ്പിക്കോടോ മന്തി നമുക്ക് ഐസ്ക്രീം ഇന്നൊരു ഈ ഒരാഴ്ച ഉള്ളടാ, ആ ഞാനും അതോടുകൂടി തീർന്നു. ഈ ആഴ്ച ഉള്ളൂ. നിനക്കാന്നുകൊണ്ട് ഒരു ക്യാമറ മേടിക്കാൻ ചേട്ടനെ. ചിന്നുവിനെ കണ്ടില്ലടാ. അതും നീ എവിടെ പോയതാ? അതും നീ എവിടെ പോയതാ? ചാച്ചൻ്റെ ഇരിക്കും. ബാബാ ചിന്നു കമാൺ. അത് കുറച്ച് 32 സ്റ്റോറേ ഉള്ളൂ. ദീപ് ചേച്ചി ആ ക്യാപ്റ്റൻ എന്നെ അന്വേഷിച്ചു. ദീപ് ചേച്ചി അന്വേഷിച്ചു. ആണോ? സീരിയസ് ആയിട്ടാ? എനിക്ക് ജോലി മേടിച്ചു തരാൻ പറ പട്ടാളത്തിൽ. എന്നാലും കിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കാര്യം വണ്ടി ചില ആരോഗ്യ പ്രശ്നം കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് 1.5 ആഴ്ചത്തേക്ക് സർവീസിങ്ങിന് പോയി. പകരം കണ്ണാപ്പി വണ്ടിയുമായി നമ്മുടെ സ്വന്തം കണ്ണാപ്പി. സ്വന്തം വണ്ടി. അപ്പൊ തൽക്കാലം വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ മുകളിൽ എന്താണ് പൊക്കിയിട്ടേക്കുന്നത്? ഒരു ഫാമിലി ചങ്ങനാശ്ശേരി വന്നപ്പോ 2 ചക്ക കൊണ്ടുവന്നു. നമുക്ക് കല്യാണ ഗിഫ്റ്റ് കൊണ്ടുവന്നു. അവരെന്റെ ബർത്ത്ഡേ ഒന്ന് മറന്നുപോയി. ആ ചക്കരൊക്കെ അവന്റെ വായിലൊട്ടിച്ചാലും. ആ എനിക്ക് തന്ന സാധനങ്ങളൊക്കെ എടുക്ക്. ഇപ്പുറത്തേക്ക് ഫ്രെയിം കൊള്ളത്തില്ല. ഉറക്കെ പറ. കോഴിക്കൃഷിയെ പറ്റി പഠിക്കാൻ വേണ്ടി വന്നതാണ്. പഠിച്ചോ? പുള്ളി പാസ്സായോ? വന്നിട്ട് പുള്ളി പാസ്സായി. അതെ. അതിങ്ങതാ ജ്യൂസ് അടിച്ചു തരാം. അണ്ണാണി എന്നെ പറഞ്ഞ കിച്ചു അങ്ങനെ കിച്ചു ഇങ്ങനെ താണ്ടെ വളർന്നു വരുന്നവരെ കോഴി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുത്തൻ ബ്രീഡാ. പാത്തു അവിടെ പോയി വെള്ളം കുടിക്കണം. പാത്തു അമ്മരെല്ലാം ചെയ്യുവോ? പാത്തുവിനെ അടി കിട്ടി കഴിഞ്ഞാൽ പാത്തു എന്തെങ്കിലും ചെയ്യുവോ? ഫുള്ളൊന്ന് പിടിച്ചിട്ടാകത്തോണ്ട് വെച്ചേ. പിന്നെ വന്നിട്ടുണ്ടോ? അണ്ണാണി തിന്നാൻ വല്ലതും ഉണ്ടാക്കി കഴിക്കണി. എന്നിട്ട് എനിക്ക് കൊടുത്താ